ഹലോ, ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് നോക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ഫിസിക്സിലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ വരുന്നത് ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്റർ നമ്മളുടെ വിഷൻ അല്ലെങ്കിൽ കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കണ്ണ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രൊസീജിയറൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആദ്യം തന്നെ കുറച്ച് ബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പക്ഷേ നമുക്ക് ഫിസിക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാകും ഒരു കണ്ണിൻ്റെ സ്ട്രക്ചർ അല്ലേ. അപ്പോൾ ഇതിൽ ഓരോ പാർട്സും എന്താണ്, അതെങ്ങനെയാണ് നമ്മളെ കാണാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ എങ്ങനെയാണ് ഓരോ പാർട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്ക് നിങ്ങൾ, ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്, നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് കോർണിയ എന്ന് പറയുന്ന ഒരു തിൻ മെംബ്രെയിൻ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം ഏതാണ് കോർണിയ എന്നുള്ളത്. അപ്പോൾ കോർണിയ എന്ന് പറയുന്ന ഒരു തിൻ മെംബ്രെയിനിലൂടെയാണ് ലൈറ്റ് നമ്മളുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതെന്ത് ഫോം ചെയ്യാണ്? ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, സുതാര്യമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന് അകത്തേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് പോലെ. ഓക്കെ, അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബൾജ് ചെയ്ത് നിൽക്കുന്ന ഐബോളിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? കോർണിയ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് എൻ്റർ ചെയ്യുന്ന ഒരു തിൻ മെംബ്രെയിൻ ആണ് നമ്മുടെ ഐബോളിൻ്റെ ഏറ്റവും ഫ്രണ്ട് സർഫസിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഏറ്റവും ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന കോർണിയ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ കോർണിയ പിക്ചറിൽ കാണുകയും ചെയ്തു. ഇനി ഐബോൾ എന്ന് പറയുന്നത് ഏത് ഷേപ്പാണ്? ഐബോൾ എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പാണ്. നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ നമ്മുടെ ഐബോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉൾവശം ഒരു സ്പിയർ പോലെയാണ്, ഒരു സ്പെറിക്കൽ ഷേപ്പാണ്, നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നതുമാണ്. അപ്പോൾ അത് സ്പെറിക്കൽ ഷേപ്പാണ്. അതിൻ്റെ ഡയമീറ്റർ എത്രയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്? 2.3 സെൻറ്റിമീറ്റർ ആണ് ഐബോളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ റിഫ്രാക്ഷൻ നമ്മുടെ കണ്ണിലേക്ക് ഈ ലൈറ്റ് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിഫ്രാക്ഷൻ ആ ലൈറ്റിന് സംഭവിക്കുന്നത് ഏറ്റവും ഔട്ടർ സർഫസ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കോർണിയ എന്ന് പറഞ്ഞ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. നമ്മുടെ കണ്ണിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എവിടെയാണ്? കോർണിയ എന്ന് പറഞ്ഞ പാർട്ടിലാണ്. ഇനി കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ലെൻസ് ഉണ്ടാവും, നമ്മളെ കാണാൻ സഹായിക്കുന്ന ഒരു ലെൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ക്രിസ്റ്റലൈൻ ലെൻസ് എന്ന് പറയുന്നത്, ക്രിസ്റ്റലൈൻ ലെൻസ് merely provides the finer adjustment of focal length required to focus objects at different distance on the retina. നമ്മൾ നോർമലി ഇപ്പോൾ സാധാരണ നമ്മളെങ്ങനെയാണ്, ഞാൻ ചിലപ്പോൾ എൻ്റെ മുന്നിൽ 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 100 സെൻറ്റിമീറ്റർ അപ്പുറത്തിരിക്കുന്ന ഒരു വസ്തുവിനെ നോക്കുന്നുണ്ടാവും, 1 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വസ്തുവിനെ നോക്കാനും ശ്രമിക്കുന്നുണ്ടാവും, വളരെ ദൂരെ ഉള്ളതിനെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, വളരെ അടുത്തുള്ളതിനെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഒറ്റ ഫോക്കൽ ലെങ്ത് മാത്രമുള്ളൊരു ലെൻസാണ് എൻ്റെ കണ്ണിലുള്ളതെങ്കിൽ ഇതിനനുസരിച്ച് എനിക്കത് കാണാൻ പറ്റുമോ? എല്ലാത്തിനെയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. ആ ഫോക്കൽ ലെങ്ത്തിന് എത്രയാണോ പറ്റുന്നത് അത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. പക്ഷേ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ ലെൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അതിൻ്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റിനനുസരിച്ച് എത്ര ദൂരെയാണ് എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ക്രിസ്റ്റലൈൻ ലെൻസിന് എന്ത് പറ്റും? അതിൻ്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യാൻ പറ്റും? ഫോക്കൽ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഐറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടുണ്ട്, ഐറിസ് അല്ലേ. ഈ ഐറിസ് എന്ന് പറയുന്നതാണ് കണ്ണിൻ്റെ ഉള്ളിലുള്ള ഡാർക്ക് കളർ, അല്ലെങ്കിൽ നമ്മൾക്ക് കണ്ണിൻ്റെ ഉള്ളിൽ ചിലരുടെ നീല കളറായിരിക്കും, ചിലരുടെ കാപ്പി കളറായിരിക്കും, ചിലരുടെ കറുപ്പായിരിക്കും അല്ലേ. അപ്പോൾ ആ ഡാർക്ക് കളേർഡ് പാർട്ടിനെ, ആ മസ്കുലർ ഡയഫ്രമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐറിസ് എന്ന് പറയുന്നത്. ഈ ഐറിസിനൊരു എന്താ പറയുക, അതിനൊരു ഫങ്ഷൻ ഉണ്ട്. അതെന്താ ചെയ്യുന്നത്? ഇറ്റ് കൺട്രോൾസ് ദ സൈസ് ഓഫ് ദ പ്യൂപ്പിളിൻ്റെ സൈസിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ആരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്? ഐറിസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി പ്യൂപ്പിൾ എന്താ ചെയ്യുന്നത്? പ്യൂപ്പിൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂപ്പിൾ റെഗുലേറ്റ്സ് ആൻഡ് കൺട്രോൾസ്. നമ്മളുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ലൈറ്റിന്റെ എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? അതാണ് പ്യൂപ്പിൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഐറിസ് എന്ന് പറയുന്നത് പ്യൂപ്പിളിന്റെ സൈസിനെ കൺട്രോൾ ചെയ്യുന്നു. പ്യൂപ്പിൾ എന്താ ചെയ്യുന്നത്? പ്യൂപ്പിൾ ചെയ്യുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമായിട്ടുള്ള, കണ്ണിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ടുള്ള ലൈറ്റിന്റെ എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്. കണ്ണിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ലൈറ്റിന്റെ എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ആരുള്ളത്? പ്യൂപ്പിൾ ഉള്ളത്. ഇനി ഈ
ഐ ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസ് എങ്ങനത്തെ ഇമേജസാണ് ഫോം ചെയ്യുന്നത്? ഇൻവേർട്ടഡ് ആയിട്ടുള്ളതും എന്ന് വെച്ചാൽ തല കുത്തനെ നിൽക്കുന്നതും റിയൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഇമേജസിനെയാണ് ആര് ഫോം ചെയ്യുന്നത്? ഐ ലെൻസ് ഫോം ചെയ്യുന്നത്. അത് എവിടെയാ ഫോം ചെയ്യുന്നത്? ഒരു സ്ക്രീൻ വേണ്ടേ? ആ സ്ക്രീനാണ് നമ്മളുടെ റെറ്റിന എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അപ്പൊ ഐ ലെൻസ് ഇൻവേർട്ടഡ് ആയിട്ടുള്ളതും റിയൽ ആയിട്ടുള്ളതും ആയിട്ടുള്ള ഇമേജസ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള റെറ്റിനയിലാണ് ഫോം ചെയ്യുന്നത്. ഈ റെറ്റിന എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ് റെറ്റിന എന്ന് പറയുന്നത്. അതിൽ എന്തുണ്ട്? ഒത്തിരി ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്. ലൈറ്റ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് വരുമ്പോൾ അതിനെ സെൻസ് ചെയ്യുന്ന ആൾക്കാരാണ് അവരല്ലേ. അപ്പോൾ ഒത്തിരി ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെല്ലുകൾ അതിലുണ്ട്. ഇനി ഇത് ലൈറ്റ് സെൻസിറ്റീവ് സെൽസ് എപ്പോൾ ആക്ടിവേറ്റ് ആവും? ഈ ലൈറ്റ് സെൻസിറ്റീവ് സെൽസ് അവിടെ ചെന്ന് ലൈറ്റ് ലൈറ്റ് സെൻസിറ്റീവ് സെൽസ് ഇരിക്കുന്ന റെറ്റിനേമല് ലൈറ്റ് ചെന്ന് വീഴുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അവരെന്ത് ജനറേറ്റ് ചെയ്യും? ദേ ജനറേറ്റ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അപ്പോൾ ഈ ലൈറ്റ് സെൻസിറ്റീവ് സെൽസ് എവിടെയാണ് ഇരിക്കുന്നത്? റെറ്റിനയിലാണ് ഇരിക്കുന്നത്. ആ റെറ്റിനയിൽ ലൈറ്റ് ചെന്ന് വീഴുമ്പോൾ അവരെന്ത് ജനറേറ്റ് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ഈ സിഗ്നൽസ് ഒപ്റ്റിക് നെർവ് വഴി, ഒരു വഴിയുണ്ടല്ലേ, ഒപ്റ്റിക് നെർവ് ത്രൂ എവിടേക്ക് എത്തും? നമ്മുടെ ബ്രെയിനിലേക്ക് എത്തും. ബ്രെയിൻ എന്നിട്ട് എന്താ ചെയ്യുന്നത്? ബ്രെയിൻ ഈ സിഗ്നലുകളെ ഇന്റർപ്രറ്റ് ചെയ്യും, അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ എന്തിനെയാണോ കാണുന്നത് ആ സംഭവം നമ്മൾക്ക് കണ്ടതായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടാക്കും. ഓക്കെ, അതാണ് ആര് ചെയ്യുന്നത്? ബ്രെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആനേനെ നോക്കുമ്പോൾ അതെൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ തല കുത്തനെയായിട്ടാണ് ഫോം ചെയ്യുന്നത്. അവസാനം ഈ ഒപ്റ്റിക് നെർവുകൾ ആ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്? എൻ്റെ ബ്രെയിനിലേക്ക് കൊണ്ടുപോവാണ്. എൻ്റെ ബ്രെയിനിൽ എത്തുമ്പോൾ ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് എനിക്ക് നേരെയുള്ള ആനേനെ തന്നെയാണ് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വി ഹാവ് ഐറിസ് ഹിയർ, യു ക്യാൻ സി ഐറിസ്. ഇനി പ്യൂപ്പിൾ ഉണ്ട്. പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? പ്യൂപ്പിൾ റെഗുലേറ്റ്സ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ്, റെഗുലേറ്റ്സ് ആൻഡ് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഇൻ ടു ദ ഐ. ഓക്കെ, ക്രിസ്റ്റലൈൻ ലെൻസ് ഉണ്ട്. ലെൻസ് എങ്ങനെയാണ്? അതിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഇനി ഇവിടെ സീലിയറി മസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കണ്ടില്ലേ? ഈ സീലിയറി മസിൽസ് എന്താ ചെയ്യുന്നത്? ദേ ഹെൽപ്സ് ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് സീലിയറി മസിൽസ് എന്ന് പറയുന്നത്. റെറ്റിന ഉണ്ട്. റെറ്റിനയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെൽസ് ഉണ്ട് അവിടെ. ഇലുമിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവർ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ജനറേറ്റ് ചെയ്ത് ഒപ്റ്റിക് നെർവ് ത്രൂ ബ്രെയിനിലേക്ക് എത്തിച്ച് ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്നത്. ഇനി ഇവിടെ നോക്ക്, കുറച്ചും കൂടെ പാട്ടുണ്ട്. ഐ ലെൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതൊരു ഫൈബ്രസ് ആയിട്ടുള്ള നാരുകളുള്ള ജെല്ലി ലൈക്ക് മെറ്റീരിയൽ ആണ്. ഒരു ജെല്ലി പോലത്തെ മെറ്റീരിയൽ ആണ് എന്തെന്ന് പറയുന്നത്? ഐ ലെൻസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കണ്ണിൻ്റെ പോലത്തെ ഒരു മിഠായിയൊക്കെ വാങ്ങാൻ കിട്ടും അല്ലേ? അത് ഏകദേശം ഐയുടെ ഒരു ഷേപ്പ് പോലെയൊക്കെ തന്നെ നമുക്ക് തോന്നും, ലുക്കൊക്കെ ഉണ്ടല്ലേ അതിന്. ഓക്കെ, ഇറ്റ്സ് കർവേച്ചർ ക്യാൻ ബി മോഡിഫൈഡ് ഇൻ ടു സം എക്സ്റ്റെൻറ്റ്. അതിൻ്റെ കർവേച്ചറിനെ എന്ന് വെച്ചാൽ അത് എത്ര കണ്ട് വളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ആ ഷേപ്പിനെ എങ്ങനെ ആർക്ക് മാറ്റാൻ പറ്റും? കുറച്ചൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ആർക്ക്? സീലിയറി മസിൽസിന് മോഡിഫൈ ചെയ്യാൻ പറ്റും. ദ ചേഞ്ച് ഇൻ ദ കർവേച്ചർ ഓഫ് ദ ഐ ലെൻസ് ക്യാൻ ദസ് ചേഞ്ച് ഫോക്കൽ ലെങ്ത്. അപ്പോൾ കർവേച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റണം ആരുടെ? ഐ ലെൻസിന്റെ കർവേച്ചറിനെ ചേഞ്ച് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? സീലിയറി മസിൽസിന് പറ്റുന്നുണ്ട്. അത് പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ, നമ്മുടെ കണ്ണിന്റെ മസിൽസ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഐ ലെൻസ് എന്ന് പറയുന്നത് വളരെ തിന്നായിരിക്കും. തിന്നെന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊട്ടും കട്ടി ഉണ്ടാവില്ല, തിന്നായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ അകലെയുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും. ശ്രദ്ധിക്കാം, നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള മസിൽസ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പം ലെൻസ് തിന്നായിരിക്കുമ്പം ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. അത് നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യും? അകലെയുള്ള വസ്തുക്കളെ വരെ കാണാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ലെൻസിന്റെ കർവേച്ചറിനെ കൂട്ടും, ഇൻക്രീസസ് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ്. അപ്പോൾ എന്താവും? ലെൻസ് തിക്കറായി കഴിയുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയും. ഫോക്കൽ ലെങ്ത് കുറയുന്നത് നമ്മളെ അടുത്തുള്ള ഒബ്ജക്ട്സിനെ കാണാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.